ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മാങ്ങ വെച്ചിട്ടൊരു ചമ്മന്തിയാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ 2 തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാങ്ങയും തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ തക്കാളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് 2 സൈഡും നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ തക്കാളിൻ്റെ ഒക്കെ തൊലിയൊക്കെ ഒന്ന് അടർന്നു വരും, അതുവരെ നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളയണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് മാത്രം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ മാങ്ങ വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള മാങ്ങകളും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളിയുടെ തൊലിയെല്ലാം ഒന്ന് കളയണം. ഇതും ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങക്കൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ ഒരു പിടി മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സബോളയാണ്. ഒരു ചെറിയ സബോള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതൊന്ന് താളിക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അത് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി കടുക് ഒന്ന് പൊട്ടി വരണം. ആ സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.